വെൽക്കം ബാക്ക് ടു യൂട്യൂബ്. ദിസ് ഇസ് സ്റ്റേരി ടെക്സ്. അപ്പോൾ ഒരു കമന്റ് കണ്ടായിരുന്നു അഡിഡാസ് കോട്ടിന്റെ റിവ്യൂ ചെയ്യുന്നുള്ളത്. അപ്പോൾ അഡിഡാസ് കോട്ടിന്റെ റിവ്യൂ വളരെ ക്വാളിറ്റിയിലും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ടും ഒരുപാട് പേര് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ക്വാളിറ്റി അതിന്റെ കുഷനിങ്ങിനെ പറ്റി അറിയാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി അഡിഡാസ് കോട്ട് 3.0 മേടിക്കാൻ പോകുന്നവർക്ക് ഒരു ഗൈഡ് അല്ലെങ്കിൽ അത് മേടിക്കുന്നത് നല്ലതാണോ അല്ലേ എന്നറിയാൻ മാത്രം ഉള്ളൊരു ജസ്റ്റ് ഒരു ഗൈഡ്, ചെറിയൊരു ഗൈഡ് വീഡിയോ മാത്രമാണ്. കോഴ്സ് ഒരുപാട് പേർക്ക് അറിയാത്ത ഒരു കാര്യം കൂടാണ് ഈ അഡിഡാസ് കോട്ട് 3.0 എന്ന് പറയുന്ന അഡിഡാസ് സാമ്പ മേടിക്കാൻ കാശില്ലാത്തത് അല്ലെങ്കിൽ അതിന്റെ അതേ കംഫർട്ട് ആയിരിക്കുന്ന ഒരു ബഡ്ജറ്റ് ഓപ്ഷൻ നോക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് അഡിഡാസ് കോട്ട് എന്ന് പറയുന്നത്. സോ അഡിഡാസ് കോട്ട് മേടിക്കാൻ വേണ്ടി ത്രില്ലായിട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ 2 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഞാൻ കാര്യം പറയാം. ബാക്കി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു കംഫർട്ടും ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു അഡിഡാസ് സ്നീക്കർ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ സ്നീക്കറാണ് അഡിഡാസ് കോട്ട് 3.0 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു കാഷ്വൽ വിയേഴ്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഇൻവെസ്റ്റ് ആണ്, വാല്യൂ ഫോർ ദ മണിയാണ്. സോ ഇതിന് ഒരുപാട് ഡ്രോബാക്സോ അല്ലെങ്കിൽ നെഗറ്റീവോ ഒന്നും ഇല്ല. നമ്മളായിട്ട് രണ്ട് കോമൻസ് ആണ് നമ്മൾ ഇതിനെപ്പറ്റി കേൾക്കാറുള്ളത്. റണ്ണിങ് ലേജും അതുപോലെ തന്നെ ലാക്ക് ഓഫ് സപ്പോർട്ടിങ് ടെക്നോളജീസും ആണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇത് രണ്ടും നമ്മളൊരു കാഷ്വൽ വിയറിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഒരു അഡിഡാസ് സാമ്പയോ അല്ലെങ്കിൽ നൈക്ക് കോട്ടോ മേടിക്കാൻ കാശില്ലെങ്കിൽ അല്ലെങ്കിൽ ആ കംഫർട്ടിൽ തന്നെ നല്ല സ്നീക്കർ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡിഡാസ് കോട്ട് 3.0 ഇസ് എ ബെസ്റ്റ് ഓപ്ഷൻ. സോ പ്രൈസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അഡിഡാസിന്റെ വെബ്സൈറ്റിൽ ഞാൻ കണ്ടത് നിയർ ടു 7,000 റുപ്പീസിന്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ മിന്ത്രയിൽ ഓഫർ ആണോ അല്ലെങ്കിൽ അതിൽ അത്ര തന്നെയാണോ പ്രൈസ് ചാർജ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. മിന്ത്രയിനകത്ത് ഞാൻ കണ്ടത് 4,200 4,200 രൂപയുടെ അടുപ്പിച്ച് അതിനകത്ത് വരുന്നുള്ളൂ. സോ അതിൽ നിന്ന് മേടിക്കാൻ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് മേടിക്കാൻ നോക്കുക. സോ അങ്ങനെ നോക്കുമ്പോൾ ബഡ്ജറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഓപ്ഷനിലോട്ട് പോകുന്നത് തന്നെയാണ് വളരെ നല്ലത്. ഇനി അഡിഡാസ് കോട്ടിനെ പറ്റി പൊതുവെ വരുന്ന കുറച്ച് സംശയങ്ങളും ചോദ്യങ്ങളുമാണ്. സോ നിങ്ങൾക്ക് മേടിക്കാനാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേടിച്ചോളൂ, നോ ഇഷ്യൂസ്. നേരെ കുറച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബാക്കി കണ്ടോളൂ. ചോദ്യം നമ്പർ 1, ഇത് ജിമ്മിൽ പോകുമ്പോൾ ഇടാൻ നല്ലതാണോ എന്നുള്ളത്. സോ തീർച്ചയായിട്ടും അഡിഡാസ് കോട്ട് ജിം വർക്കൗട്ടിനോ അല്ലെങ്കിൽ ഇന്റൻസ് വർക്കൗട്ടിനോ വേണ്ടി ഡിസൈൻ ചെയ്തത് അല്ല, സ്പെസിഫിക്കലി അല്ല. ഇവർ നല്ല കുഷനിങ് തരുന്നുണ്ട്, കംഫർട്ട് തരുന്നുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ജിമ്മിൽ യൂസ് ചെയ്യാൻ പറ്റണം എന്നില്ല. കാരണം ഇതിന്റെ ഫ്ലാറ്റ് സോൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടത്ര സപ്പോർട്ടോ സ്റ്റെബിലിറ്റിയോ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു ലൈറ്റ് വർക്കൗട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു റണ്ണിങ്, യോഗ, ഹിറ്റ് വർക്കൗട്ട് ഇതിനൊക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓപ്ഷനാണ് നൈക്കോട്ട് എന്ന് പറയുന്നത്. അതർവൈസ് നിങ്ങൾക്ക് വേറെ നല്ല ഓപ്ഷനിലോട്ട് പോകുന്നതായിരിക്കും വളരെ ബെറ്റർ ആയിട്ടിരിക്കുക. പിന്നെ വരുന്നൊരു ചോദ്യമാണ് വെതർ കണ്ടീഷൻ. നമ്മുടെ നാട്ടിലെ വെതർ കണ്ടീഷനിൽ ഇത് ഓക്കെ ആണോ എന്നുള്ളത്. ഒരു കോൾഡർ വെതർ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഇൻസലേഷൻ അല്ല ഇത് തരുന്നതെന്നാണ് കോമൺ ആയിട്ട് റിവ്യൂ. പക്ഷെ നമ്മളവിടെ ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര മഞ്ഞ് പെയ്യുന്ന കോൾഡറൊന്നും ഇവിടെ വരാത്തതുകൊണ്ട് തന്നെ നമുക്കത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. നേരെ മറിച്ച് ട്രാവലൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ കാര്യം ചൂടിന്റെ കാര്യം. അത് നമ്മളിപ്പോൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഒരു ലിനിൻ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഓവർ ഹീറ്റിനെ തടയാൻ യാതൊരു വകുപ്പുമില്ല. നല്ല രീതിയിൽ കാല് ചൂടും. ഈ കോർട്ടിലോട്ട് ഒരുപാട് പേര് മാറാനുള്ള കാരണം അതിന്റെ കംഫർട്ടും കുഷനിങ്ങും തന്നെയാണ്. സോ ഈ ബഡ്ജറ്റിൽ തന്നെ വേറെ നല്ല ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്കാണ് അടുത്ത ഓപ്ഷൻസ്. സോ ഇതിന്റെ ഓരോന്നായിട്ട് സ്പെസിഫിക് ചെയ്യാൻ പറയുന്നില്ല, കാരണം വീഡിയോ ഭയങ്കര ലെങ്തി ആയിരിക്കും. അത് ഓവറോൾ ഞാൻ ലാസ്റ്റ് എല്ലാ ബ്രാൻഡും പറഞ്ഞിട്ട് പറയാം. നമ്പർ 1, നൈക്ക് റെവല്യൂഷൻ 5. ഇതിന്റെ പ്രൈസ് വരുന്ന ഏകദേശം 3,700 സംതിങ്ങിന്റെ അടുത്ത് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ. നമ്പർ 2, ന്യൂ ബാലൻസ് 574. ഇതിന്റെ പ്രൈസ് അറൌണ്ട് 5,999, 6,000 രൂപേന്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് പല സ്ഥലത്തും ഇത് കാണാൻ പറ്റും. സോ അതിനേക്കാൾ കുറവ് കാശിന് നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഫൈനലി പ്യൂമ RS-X. ഇതെന്റെ പേഴ്സണൽ ഫേവറേറ്റ് സാധനം കൂടാണ്. പ്രൈസ് അറൌണ്ട് 5,000 റേഞ്ച് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് 4,949, 4,949 രൂപ എന്തോആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഈ പറയുന്ന ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് നേരെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ട് തരുന്ന, അത്യാവശ്യം നല്ല കുഷനിങ് ഉള്ള, സപ്പോർട്ട് തരുന്ന നല്ല സ്നീക്കേഴ്സ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എവറിഡേ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം. അത് മേടിക്കാൻ പോകുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് ബൈ ഫ്രം സ്റ്റേരി ടെക്സ്.